ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞു നിർത്തിയത് വൃത്രാസുരൻ്റെ വളരെ പ്രസിദ്ധമായ കഥയാണ്. ആ കഥയിലാണ് സത്വഗുണ സമ്പന്നനായിരിക്കുന്ന, ഒരിക്കലും ചെയ്യരുതാത്തതായിരിക്കുന്ന കർമ്മങ്ങളെ സാക്ഷാൽ ദേവേന്ദ്രൻ ചെയ്തത്. ഒരു ദേവഭാഗത്ത് നിൽക്കുന്ന ഒരു ദേവനിൽ നിന്നും ഒരിക്കലും സംഭവിക്കരുതാത്തതായ ദുഷ്കർമ്മങ്ങളാണ് ദേവേന്ദ്രൻ ചെയ്തത്. ആദ്യം തങ്ങളുടെ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ അപമാനിച്ചു വിട്ടു. അതിനുശേഷം തൽസ്ഥാനത്ത് വിശ്വരൂപനെ ഗുരുവാക്കി വെച്ചു. ആ ഗുരുവായിരിക്കുന്ന വിശ്വരൂപനെ വെട്ടിക്കൊന്നു. അതിനുശേഷം 10,000 വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച ദധീചി മഹർഷിയെ കൊന്ന് ദധീചി മഹർഷിയുടെ അസ്ഥിയെടുത്ത് വജ്രായുധമുണ്ടാക്കി. ഇങ്ങനെ നിഷ്ഠൂരമായ കർമ്മങ്ങളാണ് ദേവേന്ദ്രൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജനമേജയ മഹാരാജാവിനൊരു സംശയം ചോദിച്ചു. ഇത്രയും സാത്വിക ഗുണപ്രധാനിയായിരിക്കുന്ന ദേവനായിരിക്കുന്ന ദേവേന്ദ്രൻ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ആളായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നികൃഷ്ടമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തത്? അപ്പോഴാണ് പറഞ്ഞത്, ഓരോരുത്തരും ഓരോരോ ശരീരം എടുത്ത് ഭൂമിയിൽ ജനിക്കുന്നു. ഇവർക്ക് ജനിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ജന്മങ്ങളിൽ ഇന്ന ശരീരം ലഭിക്കണമെന്നുള്ളത് തീരുമാനമെടുക്കുന്നത് അവർ പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലങ്ങളാണ്. ഈ കർമ്മഫലങ്ങൾക്കാണ് വാസന എന്ന് പറയുന്നത്. ആ വാസന അഥവാ കർമ്മഫലം 3 തരത്തിലാണ് നമ്മളെയും ബാധിച്ചിരിക്കുന്നത്. ദേവേന്ദ്രനെ മാത്രമല്ല, നമ്മളെയും ആ തരത്തിലാണ് ശരീരം നൽകി. ആ കർമ്മഫലത്തിനനുസരിച്ചാണ് നമുക്കും ഇപ്പോൾ ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അത് പല പല ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുത്തതാണ്. ഒരു ഭാഗത്ത് കൂട്ടി ഇങ്ങനെ വച്ചിരിക്കും. ഇങ്ങനെ കൂട്ടിവച്ചിരിക്കുന്ന പൂർവജന്മങ്ങളിലെ കർമ്മഫലങ്ങൾക്ക് പറയുന്ന പേരാണ് സഞ്ചിത കർമ്മം. എന്ത് കർമ്മമാണ്? സഞ്ചിത, ശേഖരിച്ചു വെച്ച കർമ്മഫലം. കടയിലൊക്കെ പോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നത് സാധനം വാങ്ങാൻ? സഞ്ചിയ. അപ്പോൾ എന്താ അർത്ഥം? ശേഖരിച്ചു കൊണ്ടുവരാനുള്ള പാത്രം. ഇതാണ്. മരിച്ചു കഴിഞ്ഞാലും ഒരു ചടങ്ങ് നടത്തുമല്ലോ, എന്തോന്നാ? സഞ്ചയനമാണ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? ശേഖരിക്കലെന്നാണ്. അപ്പോൾ അസ്ഥികൾ ശേഖരിച്ചു വെക്കലാണ്. അപ്പോൾ പൂർവജന്മങ്ങളിൽ ഏതെല്ലാം ശരീരത്തിലൂടെ നമ്മൾ കടന്നു വന്നുവോ അവിടെയെല്ലാം നമ്മൾ 2 തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. അത് ഇവിടെ ഇരുന്നാലും ചെയ്യും. അതിൽ നല്ല കർമ്മങ്ങൾക്ക് പറയുന്ന, ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് പുണ്യം. നികൃഷ്ടമായ കർമ്മങ്ങളും നമ്മൾ ചെയ്യും. അതിന് പറയുന്ന പേര്, ദുഷ്കർമ്മങ്ങൾക്ക് കിട്ടുന്ന ഫലത്തിന് പറയുന്ന പേര് പാപം. അപ്പോൾ ഓരോ ജന്മത്തിലും ഓരോരോ ശരീരത്തിലിരുന്നപ്പോൾ 2 തരത്തിലുള്ള, അല്ലാതെയും പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് മിശ്രകർമ്മം എന്ന് പറയും. അതായത് കുറച്ച് പുണ്യവും കുറച്ച് പാപവും, അതിന് മിശ്രകർമ്മം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ തരത്തിൽ പല ജന്മങ്ങളിലൂടെ ഏതെല്ലാം ശരീരത്തിലൂടെയാണോ കടന്നു വന്നത് അവിടെ എല്ലാം ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും അങ്ങനെ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മവാസനകൾക്ക്, കർമ്മഫലങ്ങൾക്ക് പറയുന്ന പേരാണ് സഞ്ചിതം. അപ്പോൾ ചോദിക്കും, നമ്മൾ ഒത്തിരി ജന്മങ്ങൾ കഴിഞ്ഞോ? കിളിപ്പാട്ടിൽ പറയല്ലേ, ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചേൻ ജനിമരണങ്ങൾ. അപ്പോൾ പറഞ്ഞെന്താ? ഈ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് എനിക്ക് ജനനവും മരണവും ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മഫലങ്ങൾ, ഇവയ്ക്ക് പറയുന്ന പേരാണ് സഞ്ചിതം. ഇനി പണ്ട് ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മഫലങ്ങൾ പാകമായി വന്നപ്പോൾ ആ പുണ്യങ്ങളെയും പാപങ്ങളെയും അനുഭവിക്കാനായിട്ട് ഇപ്പോൾ ഒരു ശരീരം തന്നിട്ടുണ്ട്. ഈ ശരീരത്തിന് പറയുന്ന, അല്ലെങ്കിൽ ഈ കർമ്മഫലങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട്
അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾക്ക് പറയുന്ന പേരാണ് വർത്തമാനം അഥവാ പ്രാരബ്ധം. ഇനിയും ഇത് കഴിഞ്ഞാലും എന്തുണ്ടാവും? ഈ ശരീരം വിട്ടുപോയാലും നമ്മൾ സവണ്യ അടിയന്തിരം നടത്തുമ്പോൾ പറയും എവിടെ എത്തിച്ചെന്ന്. വിഷ്ണുപാദത്തിലെത്തി, എങ്ങും പോവല, വെറുതെയാ. എൻ്റെ കർമ്മഫലം എവിടെ കിടക്കുന്നുവോ, ഇത് നമ്മുടെ വിശ്വാസം എന്നുള്ളേ ഉള്ളൂ, ശാസ്ത്രം അംഗീകരിക്കുന്നതല്ല. ആ കർമ്മഫലങ്ങൾ തീർന്നപ്പോഴാണത് പോയത്. ഇനി അടുത്ത കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ അടുത്ത ശരീരം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു, നരൻ ചത്ത് നരിയായി പിറക്കുന്നു, നാരി ചത്തൊരു ഓരിയായി പിറക്കുന്നു, അജൻ ചത്തങ്ങ് ഗജമായി പിറക്കുന്നു, ഗജൻ ചത്തങ്ങ് അജമായും. വ്യക്തമാണ്. അപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ചാലും അടുത്ത ശരീരം കിട്ടും. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചില പുണ്യങ്ങളും കർമ്മഫലങ്ങളും പാപകർമ്മഫലങ്ങളും അനുഭവിക്കണം. ആ അനുഭവിക്കാൻ കിടക്കുന്ന, ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്നതായ കർമ്മഫലങ്ങൾക്ക് പറയുന്ന പേരാണ് ആഗാമികം അഥവാ ആഗന്തുകം. അപ്പം 3 തരത്തിൽ കർമ്മഫലങ്ങൾ: സഞ്ചിതം, ശേഖരിച്ചു വെച്ചത്, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്, വർത്തമാനം അഥവാ പ്രാരബ്ധം, വരാൻ പോകുന്നത് ആഗാമികം അഥവാ ആഗന്തുകം. അപ്പോൾ ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന കർമ്മഫലങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത ശരീരം തരികയാണ്. ആ ശരീരത്തിൽ ഇങ്ങോട്ട് വിടുമ്പോൾ തന്നെ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, ഇന്ന ഇന്ന കർമ്മഫലങ്ങൾ അനുഭവിക്കണമെന്ന് പണ്ടേ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് എത്രയൊക്കെ കഴിഞ്ഞാലും നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യും. അതാണ് ഭാഗവതത്തിൽ വിതുരമൈത്രേയ സംവാദത്തിലെ ആദ്യത്തെ ചോദ്യം അതാ: സുഖായ കർമാണി കരോതി ലോകോ നൈസുഖം വാന്യതുപാരമം വാ. സുഖത്തിന് വേണ്ടിയിട്ടാണ് സകല ജീവജാലങ്ങളും കർമ്മം ചെയ്യുന്നത്. പക്ഷേ ആ സുഖം കിട്ടുന്നുമില്ല, നേരെ വിപരീതമായ തിക്തമായ ഫലമാണ് കിട്ടുന്നത്. ഇതിന് കാരണമെന്ത്? അപ്പോൾ പറഞ്ഞത് ഈ സഞ്ചിതം. അപ്പം ഈ ജന്മം നമ്മളിപ്പോൾ മനുഷ്യനായിട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യനായിട്ടിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെല്ലാം ശരീരത്തിൽ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തുവോ ആ പുണ്യങ്ങളും പാപവും എല്ലാം കൊട്ടയിലെടുത്ത് വച്ചിരുന്നു. അതിൽ പാകമായത് എടുത്തു വച്ചപ്പോഴാണ് ഏത് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ശരീരം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങളെല്ലാം ഒരു കൊട്ടയിൽ ഇങ്ങനെ കൂട്ടിവെച്ചു. ഈ കർമ്മഫലങ്ങൾ അതിൽ പാകമായത് എടുത്തു വെക്കും. വീട്ടിൽ കൊട്ടയ്ക്കകത്ത് നിറച്ച്, പാത്രത്തിൽ നിറച്ച് തക്കാളിപ്പഴം ഇരിപ്പുണ്ട്. ഒരു 5 കിലോ ഉണ്ട്. ആകെ 3 പേരെ വീട്ടിലുള്ളൂ. ഇന്ന് സാമ്പാർ വെക്കണം. തക്കാളിപ്പഴം എടുക്കുന്ന അങ്ങനെ 5 കിലോ എടുക്കുമോ? ഇല്ല. ഏറ്റവും എല്ലാം തക്കാളിപ്പഴം എന്ന് പറഞ്ഞാൽ പിന്നെ പഴുക്കണം. എല്ലാം പഴുത്തതാണ് തന്നത് 5 കിലോ. ഞാൻ നാളത്തേക്കിരുന്നാൽ ചീത്തയാ എന്ന് പറയുന്ന പേരാ പാകം വന്നത്. പാകം വന്ന തക്കാളിപ്പഴം എടുത്തിട്ട് നമ്മൾ എന്ത് വെക്കും? ഈ സാധനം ഉണ്ടാക്കും. ബാക്കി സാധനം എവിടെ കിടപ്പുണ്ട്? പാത്രത്തിലിരിക്കുക. അപ്പോൾ പാകം വന്നതേ എടുക്കൂ. ഇതേപോലെയാ പൂർവജന്മത്തിൽ ചെയ്ത 2 പാപങ്ങൾ. ഏതൊക്കെയാ? പുണ്യഫലങ്ങളും പാപങ്ങളും. ഇങ്ങോട്ട് പാകമായതേ എടുക്കുള്ളൂ, എല്ലാം എടുക്കുകയില്ല. അതിങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പോൾ 25 പുണ്യം ഒരാൾക്ക് എടുത്തപ്പം 25 പുണ്യം, 50 പാപം. അപ്പോൾ റേഷ്യോ എങ്ങനെ വരും? 25:50. അപ്പം അടുത്ത ശരീരം കിട്ടുന്നത് എങ്ങനെ ആയിരിക്കും? ഈ 25 പുണ്യവും അനുഭവിക്കണം, 50 പാപവും. അതിന് പറ്റിയ ശരീരം ഏതാന്ന് നോക്കും, അതിലേക്ക് അങ്ങോട്ട് തരും. അന്നേരം ആ ശരീരിയായിട്ട് എവിടെ നടക്കും? ഇതിലെയൊക്കെ ഇങ്ങനെ നടക്കും. അപ്പം പാപമേറുമ്പോൾ തിര്യക്കുകളായിട്ട്, മൃഗങ്ങളായിട്ട്, പിന്നെ ജന്തുക്കളായിട്ട്, പക്ഷികളായിട്ട് ഇങ്ങനെ ആയിരിക്കും ശരീരം. അടുത്ത ഒരാളുടെ എടുത്തു 50 പുണ്യം, 25 പാപം. അപ്പോൾ പാപം കുറവാ, പുണ്യം കൂടുതലാ.
അപ്പോൾ എന്ത് ചെയ്യും? അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ശരീരമാണ് യക്ഷന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ദേവന്മാർ. മുകളിലേക്ക് പോകും. അപ്പം ഈ രണ്ട് കൂട്ടത്തിലും ഒരു കൂട്ടർ പെട്ടില്ല. ആരാ പെടാഞ്ഞത്? ജന്തുക്കളുമായി ബാക്കിയുള്ളവരുമായി പെടാത്തതാരാ? ഈ ഇരിക്കുന്ന നമ്മളാ. അതെങ്ങനെയാ അപ്പോൾ കിട്ടിയത്? എടുത്തു വച്ചപ്പോൾ 25 പുണ്യം, പാപവും 25, രണ്ടും എങ്ങനെ വന്നു? തുല്യമായിട്ട് വന്നപ്പോൾ കിട്ടിയ ശരീരമാ ഏത്? മനുഷ്യ ശരീരം. വേറൊരു കുഴപ്പമുണ്ട്. ഇപ്പം കിട്ടി. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർമ്മങ്ങൾ ചെയ്യുക. പുണ്യവും ചെയ്യും. ഇതും ചെന്ന് എവിടെ വീഴും? പഴയ കൊട്ട അവിടെ ഇരിപ്പുണ്ട്. ഈ കൊട്ടയിലേക്ക് ചെന്ന് വീഴുക. ചുരുക്കം പറഞ്ഞാൽ ഒരു കാലത്തും കൊട്ട തീരില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ബഹുജന്മാർജിത കർമ്മം അശേഷം അല്പം പോലുമില്ലാതെ തിരുമുൽക്കാഴ്ച നിനക്കിഹ വെച്ചൻ. കാരണം എന്താ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചു എന്നല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂമി അല്ല. ഇഹ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ബോധമുള്ള ഈ മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോഴേ ഭഗവാനെ വേണ്ട വിധത്തിൽ ഭജിച്ച് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞു നിർത്തിയത് വൃത്രാസുരൻ്റെ വളരെ പ്രസിദ്ധമായ കഥയാണ്. ആ കഥയിലാണ് സത്വഗുണ സമ്പന്നനായിരിക്കുന്ന, ഒരിക്കലും ചെയ്യരുതാത്തതായിരിക്കുന്ന കർമ്മങ്ങളെ സാക്ഷാൽ ദേവേന്ദ്രൻ ചെയ്തത്. ഒരു ദേവഭാഗത്ത് നിൽക്കുന്ന ഒരു ദേവനിൽ നിന്നും ഒരിക്കലും സംഭവിക്കരുതാത്തതായ ദുഷ്കർമ്മങ്ങളാണ് ദേവേന്ദ്രൻ ചെയ്തത്. ആദ്യം തങ്ങളുടെ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ അപമാനിച്ചു വിട്ടു. അതിനുശേഷം തൽസ്ഥാനത്ത് വിശ്വരൂപനെ ഗുരുവാക്കി വെച്ചു. ആ ഗുരുവായിരിക്കുന്ന വിശ്വരൂപനെ വെട്ടിക്കൊന്നു. അതിനുശേഷം 10,000 വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച ദധീചി മഹർഷിയെ കൊന്ന് ദധീചി മഹർഷിയുടെ അസ്ഥിയെടുത്ത് വജ്രായുധമുണ്ടാക്കി. ഇങ്ങനെ നിഷ്ഠൂരമായ കർമ്മങ്ങളാണ് ദേവേന്ദ്രൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജനമേജയ മഹാരാജാവിനൊരു സംശയം ചോദിച്ചു. ഇത്രയും സാത്വിക ഗുണപ്രധാനിയായിരിക്കുന്ന ദേവനായിരിക്കുന്ന ദേവേന്ദ്രൻ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ആളായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നികൃഷ്ടമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തത്? അപ്പോഴാണ് പറഞ്ഞത്, ഓരോരുത്തരും ഓരോരോ ശരീരം എടുത്ത് ഭൂമിയിൽ ജനിക്കുന്നു. ഇവർക്ക് ജനിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ജന്മങ്ങളിൽ ഇന്ന ശരീരം ലഭിക്കണമെന്നുള്ളത് തീരുമാനമെടുക്കുന്നത് അവർ പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലങ്ങളാണ്. ഈ കർമ്മഫലങ്ങൾക്കാണ് വാസന എന്ന് പറയുന്നത്. ആ വാസന അഥവാ കർമ്മഫലം 3 തരത്തിലാണ് നമ്മളെയും ബാധിച്ചിരിക്കുന്നത്. ദേവേന്ദ്രനെ മാത്രമല്ല, നമ്മളെയും ആ തരത്തിലാണ് ശരീരം നൽകി. ആ കർമ്മഫലത്തിനനുസരിച്ചാണ് നമുക്കും ഇപ്പോൾ ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അത് പല പല ജന്മങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുത്തതാണ്. വിടുന്നുവോ അതേപോലെ എന്ത് ചെയ്യുന്നു? അടുത്ത ശരീരത്തിലേക്ക് നവാനി ഗൃണ്ണാതി നരോപരാണി എന്ത് ചെയ്യുന്നു? അടുത്ത ശരീരത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഇവൻ കാല് ഇതിൽ നിന്ന് പൂർണ്ണമായി അതിനെടുക്കുന്ന സമയമാണ് ഏത്? ഈ ജീവൻ 16. അതാണ് ഈ 16 ദിവസം വരെ ഈ ജീവൻ ദഹിപ്പിച്ച ചിതയ്ക്കു ചുറ്റുമോ അല്ലെങ്കിൽ കുഴിമാടത്തിന് ചുറ്റുമോ ഇങ്ങനെ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രേതം. അല്ലാണ്ട് നമ്മുടെ ടി വിയിലും സിനിമയിലും കാണുന്ന പോലെ വെള്ളസാരി ഉടുത്തോണ്ട് വരുന്ന പെണ്ണുമ്പിള്ളയല്ല. ആര്? പ്രേതം എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാലും ഏതെങ്കിലുമുള്ള സന്ദർഭങ്ങൾ ഒരിടത്തും നിശ്ചലമായിട്ട് നിൽക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്
പ്രേതാവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് ഏത് ശരീരമാണോ വേണ്ടത്, മിക്കവാറും പശുവായിട്ടാ അല്ലെങ്കിൽ ജനിക്കേണ്ടതെങ്കിൽ ആ സമയത്ത് അവിടെ ഏതെങ്കിലും പശുവോ കാളയോ വരും. അയടാ ആ ചെതയുടെ ഭാഗത്തുള്ള പുല്ല് തിന്നാൻ. ഇവൻ അന്നേരം ഏതെങ്കിലും പുല്ലേലോട്ട് പോയങ്ങിരിക്കും. അവൻ തിന്നുന്ന കൂട്ടത്തിൽ ആരുടെ, ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഭാഗവതത്തിൽ കർമ്മവിഭാഗം എന്ന് പറഞ്ഞ് കപിലോപദേശത്തിൽ വരും. അവിടെയാണ് ഈ ശാസ്ത്രം മുഴുവൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ഈ കർമ്മഫലങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോരോ കാര്യം. ഇപ്പോൾ ആ കർമ്മഫലം പുണ്യം കിടക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നു. ആ കർമ്മഫലം ഇല്ലാത്തവർ പാപം കിടക്കുന്നത് കൊണ്ട് തൊട്ടടുത്ത് കിടന്നാലും ഇവിടെ വന്നിരുന്ന് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കണമെങ്കിൽ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. പൂർവജന്മത്തിൽ ചെയ്ത പുണ്യം ഉള്ളവന് മാത്രമേ, അല്ലെങ്കിൽ ആ തലവര ഇവിടെ ഉള്ളവന് മാത്രമേ ഏത് കേൾക്കാൻ പറ്റൂ, ഭാഗവതം കേൾക്കാൻ പറ്റൂ. തൊട്ടടുത്ത് താമസിച്ചാലും കേൾക്കാൻ പറ്റില്ല. ഇവിടെ വരണമെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളൊക്കെ വലിയ പുണ്യാത്മാക്കളാണ്. അതുകൊണ്ടാണ് ഏത് കേൾക്കാൻ പറ്റുന്നത്, ഭാഗവതം കേൾക്കാൻ പറ്റും. അങ്ങനെ കർമ്മവാസനകളെ പറ്റി പറഞ്ഞു. അപ്പോഴാണ് വ്യാസനോടും ജനമേജയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കർമ്മങ്ങൾ എത്ര തരത്തിലുണ്ട് എന്നൊന്ന് പറഞ്ഞു തരണം. അപ്പോഴാണ് കർമ്മം, അകർമ്മം, വികർമ്മം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നുകൂടെ സൂചിപ്പിച്ചു നിഷ്കാമ കർമ്മം. എന്താ കർമ്മം എന്ന് പറഞ്ഞാൽ മീനിങ് പ്രവൃത്തി എന്നാണ്. എങ്കിലും അതിന് ശാസ്ത്രത്തിൽ കർമ്മം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം ആർക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. അത് ചെയ്യുമ്പോൾ ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് കർമ്മം. എന്താ കാരണം, അവിടെ ചെയ്യുന്ന കർത്താവല്ല കേട്ടോ, കർത്താവുമുണ്ട്, ആ കർത്താവ് ചിന്തിക്കുന്ന എന്തുമുണ്ട്, ഫലവുമുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നലുണ്ടാവും, ആരാ ഇരുന്ന് പറയുന്നത്, കുറിച്ചിലുള്ള ഇന്ന ആളാ, ഞാനാണ് ഇത് പറയുന്നത് എന്നുള്ള ചിന്ത. അതുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് ഇന്ന ഫലങ്ങളൊക്കെയാണ് കിട്ടേണ്ടത് എന്നുള്ള ഭാവത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് പറയുന്ന പേരാണ് കർമ്മം. അങ്ങനെയല്ലേ 90% നമ്മുടെ പ്രവൃത്തികൾ. ഇടയ്ക്കിടയ്ക്ക് പറയുകയല്ലേ, എന്തെങ്കിലും കണ്ടു ഇതാരാ ചെയ്തെന്നറിയാവോ, എന്നിട്ട് എവിടെ തൊട്ട് കാണിക്കും, ഞാനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തികൾക്ക് പറയുന്ന പേരാണ് കർമ്മം. പിന്നീട് മറ്റൊന്ന് പറയും അകർമ്മം. അതായത് കർമ്മം നടക്കും, കർമ്മം നടക്കുന്ന സമയത്ത് ചെയ്യുന്നയാളോ ആ കർമ്മമെന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചോ ബോധമില്ല, അല്ലെങ്കിൽ ശ്രദ്ധയില്ല. ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ, കർമ്മത്തിൽ നിന്നും മാറി നിന്ന് കഴിയുമ്പോൾ വീണ്ടും എന്തു വരും, സ്മൃതിയിലേക്ക് വരും. ഈ കർമ്മം ചെയ്തത് ആരാ, ഞാനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫലം ആർക്ക് വേണം, എനിക്ക് വേണം. അപ്പം ചെയ്യുന്ന സമയത്ത് എവിടെ മാത്രം ശ്രദ്ധ, കർമ്മത്തിൽ മാത്രം ശ്രദ്ധ. അതുകൊണ്ട് അവിടെ താനാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയില്ല. ആ സമയത്ത് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്ക് വേണമെന്നും ഇല്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ ചിന്ത വരുന്നു, ഞാനാണിത് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഈ ഫലം കിട്ടും അല്ലെങ്കിൽ കിട്ടണം. ഈ തരത്തിലുള്ള പ്രവർത്തികൾക്ക് പറയുന്ന പേരാണ് അകർമ്മം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്കുണ്ടായി. അത് പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം എന്താ പറയുക, മേടമാസമല്ലേ, അല്ല കുംഭമാസം ആയതുകൊണ്ട് ചേനയെല്ലാം മുള പൊട്ടി.
അപ്പം വീട്ടിൽ പറഞ്ഞു ചേന നടണം, ആരെയും കിട്ടിയില്ല. അപ്പം കുംഭത്തിൻ്റെ അന്ന് എന്ന് തന്നെ ചേന നടണം, വീട്ടിൽ നിർബന്ധം. വാവിന് തന്നെ അങ്ങനെയാണല്ലോ, കുംഭത്തിൽ തൊട്ടാൽ നട്ടാൽ കുംഭം പോലെയും മീനത്തിൽ തൊട്ടാൽ. അപ്പം നിങ്ങൾക്ക് അറിയാം, കൃഷിയും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ചൊല്ല് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് ഒരു തോർത്തൊക്കെ എടുത്ത് തൂമ്പ എടുക്കാത്ത ഞാൻ എന്ത് ചെയ്തു, തൂമ്പയൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോഴാണ് കുറേ ദിവസങ്ങളായിട്ട് അമ്മ പറയുന്നുണ്ട്, വടക്കേ പ്ലാവയിൽ 2 വലിയ ചക്ക വിളഞ്ഞ് കിടപ്പുണ്ട്, എങ്ങനെയും ഒന്ന് ഇടിക്കടാന്നു. ഏതായാലും അന്ന് അവിടെ നിന്നപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ തേങ്ങയൊക്കെ ഇടാൻ വരുന്നവനെ കിട്ടി, അവനെ കണ്ടു. ഞാൻ പറഞ്ഞിട്ട് ഈ ചക്ക ഇട്ടാൽ 2 എണ്ണം ഉണ്ട്, ഒരു ചക്ക നിനക്കും എടുക്കാം, ഒരു ചക്ക നമുക്കും തരണം, പിന്നെ ചായ കുടിക്കാനുള്ള പൈസ ഞാൻ തരാം. ഇത് പോകണ്ടല്ലോ, ആദ്യത്തെ സമയമല്ലേ, കളയാനൊരു ബുദ്ധിമുട്ട്. ശരി, ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ പിച്ചാത്തിയൊക്കെ എടുത്തോണ്ട് വന്നു. ഞാനെൻ്റെ പണിയിൽ വ്യാപൃതനാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഇവൻ കയറി ടപ്പോന്നൊരു ശബ്ദം കേട്ടു. ആദ്യത്തെ ചക്ക താഴെ വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ 2ാമത്തെ ശബ്ദവും കേട്ടു, 2ാമത്തെ ചക്കയും നിരത്ത്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദവും കൂടെ കേട്ടു. അപ്പം ഞാൻ ആലോചിച്ചിട്ട് 2 ചക്കയേ ഉള്ളൂ, 3ാമത് ചക്ക ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഓടിച്ചെന്ന് കിടന്നപ്പോൾ എന്താ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ എന്ത്, ഇവനിങ്ങനെ കിടക്കുകയാണ് കണ്ണും പിഴിച്ച്. ഓടാൻ തന്നെ ഒന്നും നോക്കിയില്ല, വാരിക്കോരി എടുത്ത് വണ്ടിയെ വലിച്ചു കയറ്റി വിട്ടു. നേരെ അടുത്തുള്ളത് ചിങ്ങവനത്തൊരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്ക് SN. അവിടോട്ട് കൊണ്ട് കൊടുത്തു. അവരാണ് ഇങ്ങനെ നോക്കിയിരുന്ന ഒരാളെ കിട്ടാൻ. യവനെ എക്സ്റേ എടുക്കുക, അതെടുക്കുക, ഇതെടുക്കുക. ഈ സമയത്ത് ഇവന് പണ്ടുണ്ടായിരുന്ന വേദനയും ഇപ്പോൾ ഉണ്ടായതുപോലെയാണ്. അവൻ എന്നെ അങ്ങ് പരിശോധിക്കുക. അതിന് ഞാനിങ്ങനെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. പൈസ ഇങ്ങനെ പോവുക. ഇതെല്ലാം കഴിഞ്ഞു, കുറേ കഴിഞ്ഞു. തിരി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ചക്ക തീറ്റിയും തീർന്നു അല്ല, ഇനി മേലാ ചക്ക ഇടുവേലാന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. ചോദിച്ചു, ഡോക്ടർ വന്നു, ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട, കാരണം അവിടെ കുറേ കരിയില കിടപ്പുണ്ടായിരുന്നുകൊണ്ട് ഇതിൻ്റെ പുറത്തോടെ ഇവൻ വന്ന് വീണത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, അത് തീർന്നു കഴിയുമ്പോൾ പൊക്കോളാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊന്ന് എന്തായത് ആശ്വാസമായി. ഞാൻ ആ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ വരാന്തയിലോട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ നോക്കിയത്. ഞാൻ ഏത് ഉടുത്തോണ്ടാണ് വന്നിരിക്കുന്നത്? തോർത്ത്. അപ്പോഴാണ് ദൈവമേ, ഈ നിലയിൽ എന്നെ 10 പേര് കണ്ടാൽ തന്നെയല്ല, എൻ്റെ സ്കൂളിലെ പിള്ളേർ മുഴുവൻ എവിടെ ഉണ്ട്? ഈ ഏരിയയിലുണ്ട്. ഞാൻ വെളിയിലോട്ടിറങ്ങിയാൽ ഇവന്മാരാരെങ്കിലും കണ്ടാൽ പറയും, നമ്മുടെ സാറിന് ഇപ്പം എന്താണ് ചിങ്ങവനത്ത് ഏതാ പണി, ലോഡിങ്ങാന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഫലത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഏത് ചിന്ത വന്നു? ഞാൻ ഇന്നയാളാണ്, ഇന്നടത്ത് ഇന്ന ജോലിയിലുള്ളയാളാണ്, 10 പേര് കണ്ടാൽ എനിക്ക് കുഴപ്പമാണ്. ദാ നോക്ക്, കർമ്മം ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? ഈ ആളിനെ കൊണ്ടുപോകുമ്പം ഈ അധ്യാപകനാണെന്നോ അല്ലെങ്കിൽ സപ്താഹം നടത്തുന്ന ആളാണെന്നോ വല്ല ചിന്തയുണ്ടോ? അവനെ കോരിയെടുത്തോണ്ട് ഓടുവാനും. നേരെ ഓടി എന്ത് ചെയ്തു? കൊണ്ടുപോയി. അന്നേരം എല്ലാം ഞാൻ മറന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായോ? ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ ചക്ക ഇടിക്കുക, അന്നേരം അറിയാം. ഇതിന് പറയുന്ന പേരാണ് അകർമ്മം. ഇനി മറ്റൊന്നുണ്ട്, വികർമ്മം, വിശേഷേണയുള്ള കർമ്മം. അവിടെ ആരില്ല, ചെയ്യുന്ന പ്രവൃത്തിയില്ല, ചെയ്യുന്ന ആളില്ല, ആ കർമ്മവും അവിടെ ഇല്ല. ഇത് മൂന്നുമില്ല. അപ്പോൾ ദേശമില്ല, കാലമില്ല, പ്രവൃത്തിയില്ല, ഫലവുമില്ല, ഒന്നുമില്ല. എല്ലാം സ്വാഭാവികമായി മാറി. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിങ്ങനെ ശ്വാസം വലിക്കും, വിടും. എത്ര തവണ ഇപ്പോൾ എടുത്തു? ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്വാസം വലിച്ചു, വിട്ടു. ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടോ? ഇന്ന വീട്ടിലെ ശാരദാമ്മ ശ്വാസം മൂലോട്ട് വലിക്കുകയാണ്, ശാരദാമ്മ
ശ്വാസം താഴോട്ട് വിടുവാണ്. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഇതിങ്ങനെ സ്വാഭാവികമായി അല്ലേ നടന്നു പോവുകയാണ്. ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുന്ന ആദ്യത്തെ സമയത്ത് ഞാൻ മുണ്ടുടുത്തിട്ടേയില്ല. മുണ്ടുടുക്കാൻ അറിയത്തില്ല. എടുത്തുടുത്താൽ അഴിഞ്ഞു പോകും. പാൻറ്റ് മാത്രം ഇട്ടാണ് കോളേജിൽ പോയത്. NS കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നവംബർ 1 കേരളപ്പിറവി എല്ലാവരും പറഞ്ഞു, പ്രീ ഡിഗ്രിക്കാരെല്ലാം ഫസ്റ്റ് ഇയറുകാരെല്ലാം മുണ്ടുടുത്തുകൊണ്ട് തന്നെ വരണം. വീട്ടിൽ ചെന്ന് ഒരു തരത്തിൽ പറഞ്ഞു. അമ്മ ചോദിക്കുന്നില്ല, നീ മുണ്ടുടുത്താൽ നിൽക്കുമോ? ഞാൻ ഏതായാലും നോക്കാം. ഒരു 50 പ്രാവശ്യം ഞാൻ മുണ്ടുടുത്തിട്ടും ഇത് നിൽക്കുന്നില്ല, അണിഞ്ഞു പോവുക. അവസാനം ഒരു പണി ചെയ്തു. ഈ ഏതോ ഒരു ചന്ദ്രലേഖ സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ചക്കരക്കയറിട്ട് കെട്ടിമുറുക്കി പാൻറ്റിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഞാനും എന്ത് ചെയ്തു, പുറമെ ഒരു കയറ് പോലത്തെയൊക്കെ വലിച്ച് കെട്ടിയാണ് എവിടെ പോയത്, കോളേജിൽ പോയി. പിള്ളേർ, കൂട്ടുകാർ, പിള്ളേരുണ്ട്, ആമ്പിള്ളേരുണ്ട്, എല്ലാവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ ഒരു കൈ ഇവിടെ. ഏത് സമയത്താണ് ഇവൻ അഴിഞ്ഞു പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഏത് സമയവും ഏതിലാ ചിന്ത. അങ്ങനെയായിരുന്നു. ഇന്നോ ഈ കർമ്മം, ഈ മുണ്ടുടുത്തുടുത്തരുത്, ഇതെനിക്ക് എന്തായി മാറി? സ്വാഭാവികമായി തീർന്നു. ഇപ്പം 10,000 പേര് നിൽക്കുന്നിടത്ത് നിന്നാലും മുണ്ടുടുത്ത് നിൽക്കും. മുണ്ട് അഥവാ അഴിഞ്ഞാൽ പോലും ഞാൻ പോലും അറിയില്ല. ഞാൻ പതുക്കെ കൈ അങ്ങോട്ട് പോകും, എടുത്ത് കുത്തും, ഉടുക്കും, അങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ ചെയ്യുന്ന ഞാനില്ല, ആ കർമ്മത്തെക്കുറിച്ച് ശ്രദ്ധയില്ല, ഒന്നുമില്ല. ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വാഭാവികമായി. അതെങ്ങനെയാ? നിരന്തരം ചെയ്ത് അഭ്യാസേന തു കൗന്ദേയ, നിരന്തരമായ അഭ്യാസം കൊണ്ട് സ്കില്ല് നേടിയെടുത്തു. ഈ ഒരു യോഗ കർമ്മസ് കൗശലം എന്ന് സംഖ്യയോഗം, നിരന്തരമായി ചെയ്യുന്ന അഭ്യാസം കൊണ്ട് ഈ സ്കില്ല് വന്നു. അപ്പോൾ അവിടെ ആരില്ല? കർമ്മം ചെയ്യുന്ന ആളില്ല, കർമ്മവുമില്ല, കർമ്മഫലവുമില്ല. എപ്പോഴും അങ്ങനെ തന്നെ. ഇതിനാണ് പറയുന്നത് വികർമ്മം. പിന്നെ അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് നിഷ്കാമ കർമ്മം. അത് ഞാൻ പറഞ്ഞതാ. ഫലം വേണ്ടാന്ന് വെക്കലാണോ? അല്ല. ഏത് കർമ്മം ചെയ്താലും കർമ്മത്തിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട്? ഫലമുണ്ട്. കർമ്മവും കർമ്മഫലവും രണ്ടല്ല, ഒന്ന്. ഒരു നാണയത്തിൻ്റെ 2 വശം. അപ്പോൾ അറിയാതെ ചെയ്താലും അറിഞ്ഞുകൊണ്ട് ചെയ്താലും എന്തുണ്ട്? മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ പറയുകയല്ലേ, നാമം ജപിക്കുമ്പോൾ തെറ്റ് വന്നാൽ ഇന്നതാണ് ശിക്ഷയെന്ന് പറഞ്ഞാലും പറയും, ഭഗവതിക്കറിയാം, എനിക്ക് സംസ്കൃതമൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇല്ല. ഞാൻ പറയാറുണ്ട്, വെള്ളം ഇവിടെ ഒരു ചെമ്പിനകത്ത് നിറച്ച് വെള്ളം ഇരിക്കുക, ഒരു കുഞ്ഞ് ഓടി വന്ന് മുക്കി, കാലിൽ എന്ത് പറ്റും? വെള്ളം പറ്റും. അവൻ അറിയത്തില്ലായിരുന്നു ചെമ്പിൽ വെള്ളം ഉണ്ടായിരുന്നെന്ന്. വെള്ളം പറ്റി. ഇപ്പം അവനറിയാം ചെമ്പിനകത്ത് എന്തുണ്ടെന്ന്. കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും വന്ന് കാലിട്ടു, അപ്പോഴും വെള്ളം പറ്റുമോ ഇല്ലയോ? അപ്പം അറിഞ്ഞുകൊണ്ടിട്ടപ്പോഴും ഇതുപോലെയാ ഫലം. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട്? അല്ലാതെ ഫലം ഇല്ലാത്ത ഒരു കർമ്മവും ഇല്ല. പിന്നെ നിഷ്കാമെന്ന് പറഞ്ഞാൽ എന്താ? ഫലത്തിൽ ശ്രദ്ധ വെക്കാതിരിക്കുക. ഫലം വേണ്ടാന്ന് വെക്കലല്ല. ഫലം വേണ്ടാന്ന് വെക്കല. ഫലം വേണ്ടാന്ന് വെച്ചാൽ ആരും എന്ത് ചെയ്യില്ല? ഒന്നും ചെയ്യില്ല, കർമ്മം ചെയ്യില്ല. ഫലത്തിന് വേണ്ടിയിട്ടാണ് ഏതൊരാളും എന്തും ചെയ്യുന്നത്, എന്തോ കർമ്മവും ചെയ്യും. അല്ലാതെ ആരും ഒരു കർമ്മവും ഇന്നേ ലോകത്ത് ചെയ്തിട്ടില്ല. അപ്പം ഫലം വേണ്ടാന്ന് വയ്ക്കലല്ല, മറിച്ച് ഫലത്തിൽ ശ്രദ്ധ പോകാതിരിക്കുക. നമ്മളൊക്കെ ഇപ്പോൾ ഏത് ജോലിക്ക് എവിടെ പോയാലും, അല്ലെങ്കിൽ ഒരാളെ വീട്ടിൽ ജോലിക്ക് വിളിച്ചാലും ആദ്യം ചോദിക്കുന്നത് എന്താ? എത്ര തരും? ഇപ്പം ഞാനിപ്പം 5-6 ദിവസമായി. ഞാൻ 1-ാം ദിവസം വന്നപ്പോൾ തൊട്ട് ആലോചിക്കുക, 12-ാം തീയതി ഞായറാഴ്ച തിരുവേനി ഇവിടുന്ന് എങ്ങനെ ആയിരിക്കുമോ? ഈ ചിന്തയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ആ കർമ്മം പൂർണ്ണമാവില്ല. എനിക്കെന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് ദേവി തരും. അത് എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റമില്ല. ആ ഒരു ചിന്തയോടുകൂടി ഇരുന്ന് ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപൃതനായാലോ
ആ കർമ്മത്തിന് പെർഫെക്ഷൻ ഉണ്ടാവും. ഒരു പണിക്കാരനെ വീട്ടിൽ വലിച്ചു, പോകണം, രാവിലെ പോകണം. ഞാൻ പറഞ്ഞു ഏതാണ്ട് 10-30 തെങ്ങുണ്ട്, എല്ലാത്തിനും എന്തിട്ടേക്കണം, വളമിടണം. അപ്പോൾ അവൻ ഒരു മടിയില്ലാതെയാണ് പറഞ്ഞത്, അതിപ്പോൾ 1500 രൂപയാ കൂലി. ഞാൻ പറഞ്ഞു 1500 രൂപ ഇപ്പോൾ കൂലിയുണ്ടോ? സാറേ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ, ഏതായാലും താൻ ജോലി ചെയ്യാൻ പറഞ്ഞു. ജോലി നിൽക്കുമ്പോൾ തൊട്ട് ഇവൻ തെങ്ങിന് തടം വലിക്കുമ്പോൾ തൊട്ട് എന്താ 1500 കിട്ടുമോ എന്നുള്ള ചിന്തയിലാണ്. 5 മണിയായപ്പോൾ ഞാൻ തിരികെ വന്നു, ഇയാൾ കയ്യും കഴിയൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു പണിയൊക്കെ തീർന്നോ? മുഴുവൻ തീർത്തു, എല്ലാത്തിനും ഇട്ടു. ഞാൻ ഏതായാലും പറഞ്ഞതല്ലേ, നോക്കണമല്ലോ. നോക്കി എല്ലാത്തിനും വെട്ടി മൂടിയിട്ടും ഒക്കെ ഉണ്ട്, ചവറും ഒക്കെ ഇട്ടിട്ടുണ്ട് വെട്ടിമൂടി. അപ്പം ഞാൻ അവനെ ഇങ്ങോട്ട്, സുരേഷ് ഇങ്ങ് വന്നേ, ആ 8ാമത് നിൽക്കുന്ന തെങ്ങിന് വിട്ടായിരുന്നോ? എല്ലാത്തിനും ഇട്ടു തരാം. എന്നാൽ ഇങ്ങോട്ട് വന്നേ, ഒന്ന് നോക്കിക്കേ. നോക്കിയപ്പോൾ 8ാമത്തെ തെങ്ങിന് മണ്ടയില്ല. അവൻ അതിനും എന്തുകൊണ്ടിട്ടിരിക്കുക? എന്തുകൊണ്ടാ? അവനാ ചെയ്യുന്ന ജോലിയിലല്ലായിരുന്നു ശ്രദ്ധ. അവന് ജോലി ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല, ശ്രദ്ധ മുഴുവൻ ഫലത്തിലായത് കൊണ്ട് ആ കർമ്മത്തിൽ എന്തുണ്ടായില്ല. അപ്പോൾ ഫലത്തിൽ ശ്രദ്ധ പോയാൽ എന്തിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പം കർമ്മത്തിന് പൂർണ്ണമായ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഫലം വേണ്ടാന്ന് വെക്കലല്ല, മറിച്ച് ജോലിയിൽ ശ്രദ്ധ, ഫലം അത് വന്നുകൊള്ളും. അതുകൊണ്ടാണ് ഗീതയുടെ അവസാനം പറഞ്ഞത് കർമ്മണ്യേവാധികാരസ്തേ. അടുത്ത വരി, പിന്നെ ഞങ്ങൾ അടുത്ത വരി, മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. അകർമ്മം ചെയ്യാനാ പറഞ്ഞത്. അകർമ്മം നമ്മൾ പറഞ്ഞു, ചെയ്യുന്ന സമയത്ത് കർമ്മത്തിൽ ശ്രദ്ധ, അത് കഴിഞ്ഞിട്ടേ ഇതിനെപ്പറ്റി ആലോചിക്കാവൂ. അതാ മുമ്പേ പറഞ്ഞത്, എപ്പോഴാണ് ആ ഫലത്തെക്കുറിച്ച്. അപ്പോൾ എന്താണ്? കർമ്മത്തിൽ മാത്രം പെർഫെക്ഷൻ ഉണ്ടാകും, ശ്രദ്ധയുണ്ടാവും. അങ്ങനെ കർമ്മ, അകർമ്മ, വികർമ്മ, നിഷ്കാമ കർമ്മങ്ങളുടെ ഒരു ഡെഫിനിഷനും ജനമേജയൻ ആര് പറഞ്ഞു കൊടുത്തു? വ്യാസന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളിൽ നിന്നുമുണ്ടാകുന്ന പുണ്യവും പാപവുമാണ് ആർക്ക്? നമുക്കോരോരുത്തർക്കും ഓരോ ശരീരങ്ങൾ തരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കർമ്മ വികല്പങ്ങളെ അവിടെ സ്ഥാപിച്ച് തന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തത് പിന്നെ രാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വസിഷ്ഠന് മിത്രാവരുണൻ എന്ന പേര് വരാൻ കാരണം? അപ്പോഴാണ് നിമി രാജാവിൻ്റെ കഥ വരുന്നത്. അതിനുശേഷം നിമിക്കുണ്ടായ ആ ശാപം, തിരിച്ച് ശാപം വസിഷ്ഠന് കൊടുക്കുന്നത്, പിന്നെ മിഥില എന്ന രാജ്യം, അതേപോലെ വിദേഹന്മാരെന്ന പേര് വരാൻ ഇവർക്ക് എന്താണ് കാരണം? അതെല്ലാം പറഞ്ഞു പിന്നെ സൂര്യവംശ രാജാക്കന്മാരുടെ കഥയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സുകന്യ, പിന്നെ നാരദർക്കുണ്ടാകുന്ന അബദ്ധം, ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളാണ്. അത് നാളെ പറയും. പിന്നെ നാളെ കഴിഞ്ഞാണ്, നാളെ വായിക്കും, നാളെ കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞ ദേവീ ഗീത കടന്നു വരുന്നത്. ആളുകളുണ്ടെങ്കിൽ കുറേയെങ്കിലും അതാണ് കേൾക്കേണ്ടുന്നത്. ദേവീ ഗീത, ദേവീ തത്വം എന്താണെന്ന് ഹിമവാന് പറഞ്ഞു കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായി. പിന്നീടാണ് വളരെ പ്രസിദ്ധമായ ഒരു കഥ, ഹരിശ്ചന്ദ്രൻ്റെ കഥ. ആ ഹരിശ്ചന്ദ്ര കഥയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ത്രിശങ്കുചരിതം, ഹരിശ്ചന്ദ്ര കഥയുടെ 1-ാം പാട്ട്, 2-ാം പാട്ട്, അങ്ങനെ 3 ഭാഗങ്ങളിലായി കിടക്കുന്ന ഹരിശ്ചന്ദ്ര കഥ. അതൊക്കെയാണ് ഇനി വരുവാനുള്ളത്. അതും അങ്ങ് സമയം പോലെ പറഞ്ഞു പോകാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങ് നിർത്തുകയാണ്.